സംസ്ഥാന സർക്കാരിന്റെ വിജ്ഞാന കേരളം ജനകീയ തൊഴിൽ ക്യാമ്പയിന്റെ ഭാഗമായി കണ്ണൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ ശനിയാഴ്ച സംഘടിപ്പിക്കുന്ന ജോബ് ഫെയറിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജൂൺ 21 രാവിലെ 10 മണിക്ക് ധനകാര്യ വകുപ്പ് മന്ത്രി കെ.എൻ. ബാലഗോപാലൻ മെഗാ ജോബ് ഫെയർ ഉദ്ഘാടനം ചെയ്യും. സംഘാടക സമിതി ചെയർമാൻ എം വി ഗോവിന്ദൻ MLA അധ്യക്ഷനാവും. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി മുഖ്യാതിഥിയാകും. ജില്ലയിലെ MP-മാർ, MLA-മാർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് തുടങ്ങിയവർ പങ്കെടുക്കും. ജില്ലയിലെ 10,000 ഉദ്യോഗാർത്ഥികൾക്ക് വരെ പങ്കെടുക്കാനുള്ള ക്രമീകരണമാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ചുരുങ്ങിയത് 5,000 പേർക്കെങ്കിലും ജോലി ലഭ്യമാക്കുക എന്നതാണ് കണ്ണൂർ മെഗാ ജോബ് ഫെയറിന്റെ ലക്ഷ്യം. നോളജ് എക്കണോമി മിഷന്റെ DWMS എന്ന പോർട്ടലിൽ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്ത് തൊഴിലിന് അപേക്ഷ നൽകിയവർക്കാണ് ജോബ് ഫെയറിൽ പങ്കെടുക്കാൻ അവസരം. ജില്ലയിലെ 12,000-ലധികം ഉദ്യോഗാർത്ഥികൾ DWMS പോർട്ടൽ വഴി തൊഴിൽ അപേക്ഷകൾ സമർപ്പിച്ചു കഴിഞ്ഞു. ഒരാൾക്ക് 5 അപേക്ഷ വരെ സമർപ്പിക്കാമെന്നതിനാൽ തന്നെ വിവിധ ഒഴിവുകളിലേക്കായി ഇതുവരെ 32,000-ലധികം അപേക്ഷകളും പോർട്ടലിൽ ലഭിച്ചു. സംസ്ഥാനത്തിനകത്തും പുറത്തു നിന്നുമായി 150-ലധികം കമ്പനികളാണ് മേളയിൽ പങ്കെടുക്കുന്നത്. ഇതുവരെയായി 445 തൊഴിൽ വിഭാഗങ്ങളിലായി 35,000-ലധികം ഒഴിവുകൾ DWMS പോർട്ടലിൽ ലഭ്യമായിട്ടുണ്ട്. +2 മുതൽ ബിരുദാനന്തര ബിരുദം വരെ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന വൈവിധ്യമാർന്ന തൊഴിലവസരങ്ങളാണ് കണ്ണൂർ ജോബ് ഫെയറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ജില്ലയിൽ തന്നെയുള്ള ധാരാളം തൊഴിലവസരങ്ങളും ലഭ്യമാക്കിയിട്ടുണ്ട്. അപ്പോൾ ജൂൺ 21 ഇപ്പോൾ നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ വിജ്ഞാന കേരളം ജനകീയ തൊഴിൽ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടുള്ള നമ്മുടെ ജില്ലയിലെ കണ്ണൂർ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ സംഘടിപ്പിക്കുന്ന മെഗാ ജോബ് ഫെയർ കാലത്ത് 10 മണിക്കാണ് നമ്മുടെ ബഹുമാന്യനായ ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ.എൻ. ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തത്. ജോബ് ഫെയറിൻ്റെ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി. മെയ് ആദ്യവാരത്തിലാണ് മെഗാ ജോബ് ഫെയർ പ്രവർത്തനങ്ങൾ ജില്ലയിൽ ആരംഭിച്ചത്. 2020 ജില്ലയിലെ 10,000 ഉദ്യോഗാർത്ഥികൾക്ക് വരെ പങ്കെടുക്കാനുള്ള ക്രമീകരണമാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ചുരുങ്ങിയത് 5,000 പേർക്കെങ്കിലും പ്ലേസ്മെൻറ്റ് ലഭ്യമാക്കുക എന്നതാണ് ജോബ് സംഘാടകന്മാരുടെ ഒരു ലക്ഷ്യബോധം. അതാണ് DWMS ഡിജിറ്റൽ വർക്ക് ഫോഴ്സ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന പോർട്ടലിൽ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്ത തൊഴിലിന് അപേക്ഷ നൽകിയവർക്കാണ് ജോബ് ഫെയറിൽ പങ്കെടുക്കാനുള്ള അവസരം നിശ്ചയിച്ചിരിക്കുന്നത്. സഭ നേരത്തെ നിശ്ചയിച്ചതെല്ലാം കൊണ്ട് അവർക്ക് പങ്കെടുക്കാൻ കഴിയേണ്ടതാണ്. അപേക്ഷകർ ഏതാണ്ട് 12,000-ൽ പരം കടന്നിരിക്കുകയാണ്. ഇതിനകം ജില്ലയിൽ തന്നെ 11,000-ലധികം ഉദ്യോഗാർത്ഥികൾ DWMS പോർട്ടൽ വഴി തൊഴിൽ അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. വിവിധ ഒഴിവുകളിലേക്കായി ഇതുവരെ 32,000-ലധികം അപേക്ഷകളും പോർട്ടലിൽ ലഭിച്ചിട്ടുണ്ട്. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ. ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള 100% വിജയചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ITI. സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് 4.5 പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം. കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് NCVT സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ITI. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ, KGCE ഈവനിംഗ് ബാച്ചുകൾ, 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്, 50% ഫീസ് ഇളവോട് കൂടിയ സ്കോളർഷിപ്പുകൾ. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മോഡേൺ ITI, ഓപ്പോസിറ്റ് ചേംബർ ഹാൾ, കാൽടെക്സ്, കണ്ണൂർ.